ഇടിച്ചിൽ തുടരുക തന്നെയാണ്. ആളുകളെ പരിപൂർണമായും ആ അപകടത്തിന്റെ നടുക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ന്യൂസ് മലയാളത്തിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പ്രദേശത്ത് നേരത്തെ ചെറിയ രീതിയിൽ മണ്ണിടിച്ചിലുണ്ടായപ്പോൾ മുതൽ തന്നെ നമ്മളത് സംസാരിക്കുന്നുണ്ട്. അവിടെ കുറച്ചധികം പ്രശ്നമുണ്ട്, അവിടെ അധിക ശ്രദ്ധ വേണമെന്ന് പറയുന്നുണ്ടായിരുന്നു. പറഞ്ഞ് നാവെടുക്കുന്നതിന് മുൻപാണ് ഈ ഒരു വലിയ പ്രശ്നം അവിടെ ഉണ്ടായത്, വലിയൊരു മണ്ണിടിച്ചിൽ അവിടെ ഉണ്ടായത്. ശരിക്കും പറഞ്ഞാൽ ഇതിലൊരു മനുഷ്യനിർമ്മിത മണ്ണിടിച്ചിൽ എന്ന് പോലും പറയാം. അശാസ്ത്രീയമായ രീതിയിൽ അവിടെ കുന്നിടിക്കുകയുണ്ടായി. ഒരു ഭാഗത്ത് അത് ഒരു വർഷം മുൻപോ മറ്റോ മണ്ണെടുത്ത ഒരു സ്ഥലമാണത്, ഇടിച്ച ഒരു സ്ഥലമാണത്. എന്തോ ഒരു സ്ഥാപനം വരുന്നതിൻ്റെ ഭാഗമായിട്ട് ആ സ്ഥലം ഉടമ അവിടുന്ന് കുറച്ച് മണ്ണെടുത്തിരുന്നു. അതിനെ തുടർന്ന് അതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലം ഇതിനുണ്ടെന്ന് പറയാം. ഈ മാത്രമല്ല ഇതിപ്പം ആളുകളുടെയൊക്കെ ശ്രദ്ധയിലുള്ള ഒരു സ്ഥലം കൂടിയാണ് അത്. എന്നിട്ടും അതങ്ങനെ തന്നെ നിലനിന്നിരുന്നു എന്നുള്ളതാണ്. ഇപ്പം ശാന്തകുമാർ, ഈ സംസ്ഥാന പാതയ്ക്ക് സമീപത്താണ് ഈ വലിയ മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നത്. ഒരു വലിയ മണ്ണിടിച്ചിൽ ഒരു തലനാരിഴയ്ക്ക് എന്തൊക്കെയോ അപകടങ്ങളൊക്കെ ഒഴിഞ്ഞു മാറിയെന്ന് പറയാം അല്ലേ? തീർച്ചയായും ചെയ്തു. തലനാരിഴയ്ക്ക് തന്നെയാണ് ഇപ്പോൾ നിരവധി പേർ രക്ഷപ്പെട്ടതെന്ന് തന്നെ പറയാം. കാരണം ഒരു അനധികൃത മണ്ണെടുക്കലിൻ്റെ അനന്തരഫലമാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത്. കാരണം ഒരു പ്രധാനപ്പെട്ട സംസ്ഥാന പാതയ്ക്ക് അരികിൽ ഉള്ള ഒരു മലയാണ് അനധികൃതമായി ഇടിച്ചു നിരത്തിയിരുന്നത്. ആ മണ്ണെടുത്തതിൻ്റെ ഭാഗമായാണ് മുകൾ ഭാഗത്തു നിന്നും ഇപ്പോൾ പൂർണ്ണമായും ഇടിഞ്ഞ് താഴേക്ക് പോരുന്നുണ്ട്. നിരവധി മരങ്ങളുണ്ട്, തെങ്ങ് ഉൾപ്പെടെ നിരവധി മരങ്ങളുണ്ട്. അതെല്ലാം ഇപ്പോൾ റോട്ടിലേക്ക് വന്നിട്ട് തേക്കുണ്ട്. അങ്ങനെ പല മരങ്ങളും ഇപ്പോൾ താഴത്തെ റോട്ടിലേക്ക് വന്ന് കിടക്കുന്നു. അത്രയും ഭീകരമായ ഒരു ഇടിച്ചിലാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അത് ഞങ്ങളുടെ കൺമുന്നിൽ വെച്ച് തന്നെയായിരുന്നു, നമ്മുടെ ദൃശ്യങ്ങൾ തന്നെ അവ കാണാം. കൺമുന്നിൽ വെച്ച് തന്നെയാണ് ആ സംഭവം ഉണ്ടാകുന്നത്. അത്ര ഭയാനകമായ രീതിയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറമായിരുന്നു ഈ റോഡിലേക്ക് വന്ന് വീണ ഈ മണ്ണ് വശങ്ങളിലേക്കെല്ലാം തെറിക്കുന്നതും ആളുകൾ അതിനകത്ത് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴും അവർ അതിനകത്ത് കുടുങ്ങിപ്പോകുന്നതും എല്ലാം നമ്മൾ കണ്ടതാണ്. അങ്ങനെ എല്ലാവരും വളരെ അപ്രതീക്ഷിതമായി ഉണ്ടായ മണ്ണിടിച്ചിലിനെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. നിലവിൽ അവിടെ എന്താ നടക്കുന്നത്? ഇവിടെ ഇപ്പൊ കൂടുതൽ പോലീസും മറ്റ് പ്രവർത്തകരും ദുരന്ത നിവാരണ സേന അംഗങ്ങളും ഒക്കെ അവിടേക്ക് എത്തിയിട്ടുണ്ടോ? പോലീസും ഫയർഫോഴ്സും മാത്രമാണ് ഇവിടെയുള്ളത്. അധികൃതർ ആളുകളെയെല്ലാം ഇവിടെ നിന്ന് ഒഴിപ്പിക്കുന്നതിനുള്ള ശ്രമം എന്തായാലും നടക്കുന്നുണ്ട്. കാരണം അപകടാവസ്ഥയിൽ തന്നെയാണ്, കൂടുതൽ ഇടിയാനുള്ള സാധ്യത ഇനിയുമുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോഴും മനസ്സിലാക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് അധികൃതർ ഇപ്പോൾ പോലീസും ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ആളുകളെ പരിപൂർണമായും അവിടുന്ന് ഒഴിപ്പിക്കുന്നതാണ്. കാരണം തൊട്ടപ്പുറത്തെ ഈ റോഡിന് അപ്പുറത്ത് മലയും റോഡും, അതിന് തൊട്ടപ്പുറത്തെ കടലുണ്ടിപ്പുഴയാണ്. കടലുണ്ടിപ്പുഴ നിറഞ്ഞു കവിഞ്ഞൊഴുകുകയാണ്. വളരെ വലിയ നീരൊഴുക്കും അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവയെല്ലാം കാണുമ്പോൾ വളരെ ഒരു അപകടാവസ്ഥയിൽ തന്നെയാണ് ഈ പാണക്കാട് ഭാഗം എന്ന് പറയാം. അത്രയ്ക്കധികം ആണ് ഇവിടുത്തെ. ഒരു ഭാഗത്ത് പുഴയും, ആ പുഴയിൽ നിറയെ വെള്ളവും, ഒപ്പം തന്നെ തൊട്ടപ്പുറത്ത് മലയും, ആ മല ഇടിഞ്ഞ് താഴേക്ക് വരുന്ന സാഹചര്യം. അങ്ങനെ ഒരു ദുരന്ത സമാനമായ സാഹചര്യമാണ്. നിരവധി പേർ ഇപ്പോൾ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന ഇടം പാണക്കാട് ചേർന്നുള്ള ഭാഗം തന്നെയാണ്. ഇത് ഒരു സംസ്ഥാന പാതയാണ്.